ഹായ് വെൽക്കം ടു ഓഡിയോടെക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമ്മുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഒരു ബിസിനസ് അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ ഇൻസ്റ്റാഗ്രാം ബയോ ആഡ് ചെയ്യുന്നു. ഈ 3 സിമ്പിൾ സ്റ്റെപ്പിലൂടെ നമുക്കൊരു ബിസിനസ് പേജ് ഇൻസ്റ്റാഗ്രാമിൽ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്പിൽ ലോഗിൻ ആക്കുക. ലോഗിൻ ആയതിനു ശേഷം ചെയ്യേണ്ടതാണ് ഇവിടെ താഴെ ഒരു നമ്മുടെ ഒരു പ്രൊഫൈലിന്റെ ഒരു സിമ്പിൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ ഒരു 3 ലൈൻ കാണാം. ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും താഴത്തെ ഓപ്ഷനിലേക്ക് പോകാം. ഏറ്റവും താഴേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആഡ് അക്കൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻ കാണാം. ലോഗിൻ ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ട്, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട്. ഈ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമുക്ക് തന്നെ ഇവിടെ ഒരു യൂസർ നെയിം കൊടുക്കാനായിട്ട് കാണിക്കും. അവിടെ നമുക്ക് ഏത് യൂസർ നെയിം വേണമെന്ന് വെച്ചാൽ കൊടുക്കാം. അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അത് കാണിക്കുകയും ചെയ്യും. എന്ന് കൊടുക്കും. അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതിന്റെ കൂടെ നമുക്ക് നമ്പർ നോക്കാം. അത് അവൈലബിൾ ആണ്. 369 ഓഡിയോയിലൊക്കെ 369. അതിനുശേഷം ടെസ്റ്റ് കൊടുക്കാം. ടെസ്റ്റ് ചോദിക്കുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ തന്നെ നമുക്ക് ആഡ് ന്യൂ ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് ഉണ്ട്. നമുക്ക് അവിടെ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫോൺ നമ്പറോ ഇമെയിലോ കൊടുക്കാം. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം. ജസ്റ്റ് ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നു. അവിടെ നമുക്ക് ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഏത് കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ ഫേസ്ബുക്ക് സെഷൻ എന്നുള്ളത് സ്കിപ്പ് കൊടുക്കാം. അതിനുശേഷം ഇതും ഒന്നുകൂടെ സ്കിപ്പ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ അക്കൗണ്ട് പ്രൈവസി എന്നുള്ളത് നമ്മൾ പബ്ലിക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ തന്നെ ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. അവിടെ നമുക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യാൻ. നമ്മുടെ ഫോട്ടോ അവിടെ വന്നു. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പൊ തൽക്കാലം നമ്മൾ സ്കിപ്പ് കൊടുക്കാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പേജ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പേജിൽ പോവാം. പേജിൽ പോയതിനു ശേഷം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് അക്കൗണ്ട് ഇൻ ഇൻസ്റ്റാഗ്രാം. ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിനെ ബിസിനസ് അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നിങ്ങൾ ജസ്റ്റ് പോവുക. അതിന് തന്നെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ബട്ടണിൽ അതിൽ ക്ലിക്ക് ചെയ്യും. എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വരിക. അതിനുശേഷം നിങ്ങൾ തന്നെ ഈ യൂസർ നെയിം നമ്മുടെ ഈ പേജിൽ കാണിക്കുന്ന യൂസർ നെയിം ആണ് കാണിക്കുന്നത്. നമുക്ക് നെയിം കൊടുക്കാം. നമ്മുടെ ബിസിനസിന്റെ നെയിം കൊടുക്കുക. ഇപ്പോ ഓട്ടോരേഖ. അതിനുശേഷം മുകളിലത്തെ ആ ടിക്ക് മാർക്ക് നടക്കും. ആ ടിക്ക് മാർക്കിൽ ടിക്ക് കൊടുക്കുക. ചേഞ്ച് നെയിം കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ബയോ ആഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ കമ്പനിയുടെ ബയോ എന്താണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മുടെ കമ്പനിയുടെ ബയോ എത്ര ഉണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ ഇവിടെ കണ്ടോ ഏറ്റവും താഴെ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. ബാനർ വേണേ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏറ്റവും താഴെ വന്നിട്ട് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രൊഫഷണൽ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഇത് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അതാണ് ഇവിടെ നമ്മുടെ കമ്പനി ഏതാണ്, ഏതിൽ പെടുന്നതാണെന്നുള്ളതാണ് നമ്മളോട് കൊടുക്കേണ്ടത്. ആർട്ടിസ്റ്റ് ആണോ, മ്യൂസീഷ്യൻ ആണോ, ബ്ലോഗർ ആണോ, ക്ലോത്തിങ് ആണോ, ബ്രാൻഡ് ആണോ, ഡിജിറ്റൽ ക്രിയേറ്റർ ആണോ, എഡ്യൂക്കേഷൻ ആണോ, നമുക്ക് ഏതാണോ നമ്മൾ ഏത് ബിസിനസിന്റെ ആണോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഡൺ കൊടുക്കും. ഇത് ഡിസ്പ്ലേ ഓൺ പ്രൊഫൈൽ എന്നൊരു മുകളിലൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ, അതിന് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കും. അതിനുശേഷം ഡൺ കൊടുക്കും. നമ്മുടെ ബിസിനസ് നെക്സ്റ്റ് കൊടുക്കും. ഇവിടെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസിന്റെ ഫോൺ നമ്പർ, ഏതെങ്കിലും ഫോൺ നമ്പറിന്റെ മസ്റ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ തന്നെ നമ്മുടെ ബിസിനസ് അഡ്രസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ബിസിനസ് അഡ്രസ് നമ്മുടെ ഏതാണ്, സ്ട്രീറ്റ് അഡ്രസ്. കൊച്ചി ആണെങ്കിൽ കൊച്ചി ടൈപ്പ് ചെയ്ത് കൊടുക്കും. കൊച്ചി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതാണോ
അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേ കോൺടാക്ട് ഇൻഫോ നമ്മൾ ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം തന്നെ ഇവിടെ ഇൻസ്റ്റഗ്രാം കോളിംഗ് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഫേസ്ബുക്കിലൂടെ ഇത് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അവിടെ തന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലോഗിൻ ടു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ആപ്പ് ഓപ്പൺ ആയി വരും. അവിടുന്ന് നിങ്ങളുടെ ആ പേജ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഞാനിപ്പോ ഇവിടെ സ്കിപ്പ് കൊടുക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് സെറ്റിംഗ്സ് പോയിട്ട് വീണ്ടും നമുക്ക് ഇത് ഇവിടെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. സെറ്റിംഗ്സ് പോയി വീണ്ടും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റ് പ്രൊഫഷണൽ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ പോയിട്ട് ഇത് ജസ്റ്റ് നോക്കാം. ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ളത് ടിക്ക് കൊടുക്കുക. ഏറ്റതാണ് ഇപ്പൊ നിങ്ങളുടെ പേജ് കണ്ടോ. നിങ്ങളുടെ പേജ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അതിന്റെ ഒരു പ്രിവ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പൊ പൊടിയുറേക്ക നമ്മുടെ പേര് വന്നു. നമ്മുടെ യൂസർ നെയിം ആണ് പൊടിയുറേക്ക 369. ഇവിടെ നമുക്ക് ബയോയ്ക്കകത്ത് എത്ര ലൈൻ വേണം താഴെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ത്രെഡിന്റെ ഭാഷ, അതായത് ത്രെഡ് എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ഇത് കാണിക്കുന്നത് അവിടെയും കാണിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആഡ് ലിങ്ക് ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ആഡ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്കുകൾ ഇവിടെ URL നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഈ വെബ്സൈറ്റ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ടിക്ക് കൊടുക്കുക. നമുക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് അത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് ഈ ടിക്ക് മാർക്ക് ഉണ്ട് ഏറ്റവും ടോപ്പിൽ. ആ ടിക്ക് മാർക്ക് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ പേജ് കംപ്ലീറ്റ് ആയി. പ്രൊഫൈൽ പിക്ക് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പിക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ പേജ് കംപ്ലീറ്റ് ആയിരിക്കാം. ഇത് നമുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ട് തുടങ്ങാനായിട്ട് പറ്റും. അതിവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കാം. ഇത് ഇവിടെ കാണാം. ഇനി നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്ന് ഇവിടെ എഡിറ്റ് പോസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോകുക, എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. അതുപോലെ നമുക്ക് തന്നെ ഇവിടെ കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ കോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഫോണിലേക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പും ഇവിടെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പേജ് കാണുന്ന ഒരാൾക്ക് അങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ നമുക്ക് എല്ലാം വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പോസ്റ്റ് ഇടാൻ നോക്കാം. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ബിസിനസ് പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. പോസ്റ്റ് ഈ പ്ലസ് ബട്ടൺ കണ്ടോ, ഈ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടും പോസ്റ്റ് ആണോ സ്റ്റോറി ആണോ റീൽ ആണോ. ഇവിടെ പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റും. റീൽ ക്ലിക്ക് ചെയ്ത് റീൽ ഇടാൻ പറ്റും. ആ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓപ്ഷൻ വരും. അതിനകത്ത് ഒരു പിക്ചർ സെലക്ട് ചെയ്യാൻ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിനുശേഷം നമ്മുടെ ഒരു യൂസർ വന്ന് നമ്മുടെ പ്രൊഫൈൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കാണുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മളിപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിന്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ അകത്ത് ഈ കോൺടാക്ട് എന്ന് പറഞ്ഞ ഇത് കണ്ടോ, കോൺടാക്ട് എന്ന് പറഞ്ഞ ബട്ടൺ കാണും. ആ കോൺടാക്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ആ യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. കോള്, ഇമെയിൽ, വാട്സ്ആപ്പ്. വാട്സ്ആപ്പിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈലിനകത്ത് തന്നെ വാട്സ്ആപ്പ് ഓപ്പൺ ആയി വരും. നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് ആ നമ്പർ ഓപ്പൺ ആയി വരും. മെസ്സഞ്ചർ ഓപ്പൺ ആയി വരും. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കോള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡയലറിലേക്ക് ഈ നമ്പർ വരും. അവിടെ നമുക്ക് കോൾ ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഉണ്ട്. നമ്മുടെ പേജ് എടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കാണാനായിട്ട് പറ്റും. നമ്മുടെ ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്, നമ്മുടെ പേജിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടോ പ്രൊഫഷണൽ ഡാഷ്ബോർഡിനകത്ത് അക്കൗണ്ട്സ് റീച്ച്ഡ്, അക്കൗണ്ട്സ് എൻഗേജ്, ടോട്ടൽ ഫോളോവേഴ്സ് ഇതെല്ലാം കാണാൻ പറ്റും. ഇതിൽ ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലോഡാവും. അക്കൗണ്ട്സ് റീച്ച്ഡ് എന്ന് പറഞ്ഞതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. താഴേക്ക് പ്രൊഫൈൽ ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം കാണിക്കും. അതുപോലെ ലാസ്റ്റ് 30 days എന്ന് മുകളിൽ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡേറ്റ് ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് 30 days പ്രീവിയസ് വന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഓരോ ദിവസത്തെ നമുക്ക് ഇത് അനാലിസിസ് ചെയ്യാനായിട്ട് ഈസിലി സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് അക്കൗണ്ട്സ് എൻഗേജ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതും ഇതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ടോട്ടൽ ഫോളോവേഴ്സിനെ ഇതുപോലെ കാണാൻ പറ്റും. നമ്മളത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ടോട്ടൽ ഫോളോവേഴ്സും കാര്യങ്ങളും കിട്ടും. അതുപോലെ പിന്നെ കുറേ ടൂൾസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് നിങ്ങളുടെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാലേ ഇതിൻ്റെ ഡേറ്റ ലോഡ് ആവത്തുള്ളൂ. കാര്യം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാം 0 എന്ന് കാണിക്കുന്നത്. നിങ്ങളിത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷം ഇതൊന്ന് കയറി നോക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണും. ഇതെല്ലാവരും ചെക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.